എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ പ്രോഗ്രാം എന്തെന്ന് അറിയണ്ടേ? ഇന്നത്തെ പ്രോഗ്രാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാക്കനാട്ടുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് ഒന്ന് വന്നതാണേ. കുറേ ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു, നടന്നില്ല. മഴ കാരണം അങ്ങോട്ട് ഇറങ്ങാനേ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ എത്താൻ പറ്റി. മഴയൊന്നും ഇല്ലായിരുന്നു, ഇവിടെ എത്താൻ പറ്റി. അകത്തോട്ടൊന്ന് കയറാൻ നന്നായിട്ട് പാടുപെട്ടു കേട്ടോ. കല്യാണ സദ്യക്കൊക്കെ കയറുന്ന പോലെ ഞാനങ്ങ് തള്ളി തള്ളി അകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അകത്ത് കയറിയപ്പോൾ ഞാനാകെ ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അയ്യോ, എങ്ങോട്ട് പോകണം, എന്ത് വാങ്ങിക്കണമെന്ന്. അതുപോലെ മീൻ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എന്തേ വലിയൊരു മീനെ, നല്ല അടിപൊളി മുഴുത്തൊരു മീനെ പൊക്കി അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ പേരെന്താണ്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ അതിൻ്റെ പേര് കേര എന്നാണ്. എനിക്കിങ്ങനെയുള്ള വലിയ മീനിൻ്റെ പേര് കൺഫ്യൂഷനായി പോകും. ശരിക്കും അത് കേരയാണോ ചൂരയാണോ മോതയാണോ എനിക്ക് ആകെ ഇതാവും. ടോട്ടൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി കണ്ട് അങ്ങനെ നിന്നു. ഒരു രസം. ഞാനിത് കണ്ടിട്ടില്ല അങ്ങനെ. അധികം ഞാൻ ചെല്ലുമ്പോഴൊക്കെ അത്യാവശ്യം ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മീനൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി അവർ പീസാക്കി വെച്ചിട്ടുള്ള കേരയായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്യും, ആ മുഴുത്ത മീനിൻ്റെ തല ആ ചേട്ടൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ എന്നാ പറഞ്ഞതെന്നറിയോ? എൻ്റെ പൊന്നു മോളെ, എന്നെയും കൂടെ വീഡിയോയിലേക്ക് ഒന്ന് എടുക്ക്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ കയ്യിൽ നിന്ന് മീനൊക്കെ ഒന്ന് വാങ്ങിക്കുക. പാവം അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കാകെ സങ്കടം തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോൾ വാങ്ങി, ഇനി അടുത്ത വട്ടം വാങ്ങാമെന്ന് പറഞ്ഞു. ചേട്ടനെ വീഡിയോയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് അതിന് നല്ല അടിപൊളിയായിട്ട് അവർ നീറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും കുറച്ച് മീനൊക്കെ വാങ്ങിക്കണം എന്നുള്ള ചിന്തയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് വാങ്ങിക്കണം എന്നുള്ള ചിന്തയാണ്. ഇവിടെ വരുന്നവരൊക്കെ 3-4 ദിവസത്തേക്കുള്ള മീനൊക്കെ ഒരുമിച്ച് വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനും കരുതി ഇനി എന്തായാലും കുറച്ച് മീനൂടെ വാങ്ങിക്കാം, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ വാങ്ങിക്കാമെന്ന് പറഞ്ഞത് നോക്കുകയാണ്. അപ്പം എന്താണ് അങ്ങനെ നോക്കിയപ്പോൾ അയിലയുണ്ട്, കോരയുണ്ട്. അപ്പോൾ എന്താ ഈ മാന്തലില്ലേ, അത് ഞാനങ്ങ് വാങ്ങി കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു ആ മീൻ. അപ്പം ഇതിനെന്താ എല്ലാവരും പറയുന്ന പേരെന്ന് എനിക്കറിയത്തില്ല. അതിനിടയ്ക്ക് ചായ വേണമെങ്കിൽ കയറി കുടിക്കാം കേട്ടോ. ചായ കുടിക്കാൻ അവിടെ സ്ഥലമൊക്കെ ഉണ്ട്, ഹോട്ടലൊക്കെ ഉണ്ട്. ചെറിയൊരു ടീ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അതിൻ്റെ കൂടെ കടിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കൊഞ്ചും ഞണ്ടും കണവായും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ചെന്നാൽ മതിയേ. ഒരുപാട് പേര് ഇവിടെ വന്ന് മീൻ വാങ്ങിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നല്ല മീനുകൾ ഇഷ്ടം പോലെ കളക്ഷനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും നോക്കിക്കണ്ടെടുക്കാം. അങ്ങനെ നോക്കിക്കണ്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് വായോ 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 എന്ന് പറഞ്ഞ് ചേട്ടൻ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫോണൊന്ന് നോക്കി കാണിച്ചപ്പോഴത്തേക്ക് ചേട്ടനാകെ നാണിച്ചത് ചമ്മി അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ മേടിച്ചില്ലെങ്കിലും സാരമില്ല, പോയിക്കോ എന്നുള്ള മട്ടായി. അപ്പം മുന്നോട്ട് വന്ന ആ മീനുകളെല്ലാം ഒന്ന് നോക്കി കാണാമെന്ന് കരുതി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണവയൊക്കെ ഇരിക്കണ കണ്ടോ, അടിപൊളി സാധനമല്ലേ, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇത് നമ്മുടെ പരിചയത്തിലുള്ളൊരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മീനുകളൊക്കെ വാങ്ങി നമ്മുടെ ചന്തയിലെ തിരക്കൊക്കെ കണ്ടില്ലേ. ഇപ്പം എന്ത് നമുക്ക് അതൊക്കെ നിന്ന് കപ്പ വേണമെങ്കിൽ അത് വാങ്ങിക്കാം. മാങ്ങായും കപ്പയും പച്ചക്കറിയും എല്ലാ സാധനവും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്താണ് പറയുന്നത്, അവിടുത്തെ ആ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ അവിടുത്തെ മീനിൻ്റെ നിലവാരം നമുക്കറിയാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് ലാഭത്തിൽ നല്ല മീൻ, അതാണ്.